ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ എല്ലാം തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര മൊബൈൽ നമ്പർ എല്ലാം നിങ്ങളുടെ ID എല്ലാം കൊടുത്ത് എടുത്തിട്ടുണ്ട് എന്നെല്ലാം, നിങ്ങൾ യൂസ് ചെയ്യുന്ന നമ്പറിനെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് അറിവുണ്ടാകും. എന്നാൽ നിങ്ങളുടെ ID യൂസ് ചെയ്ത് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പേരിൽ ആരെങ്കിലും നമ്പർ എല്ലാം എടുത്തിട്ടുണ്ടോ? ഇത് എങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുക? ഇതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് നമ്മൾ അറിയാതെ ഫേക്കായി നമ്മുടെ ഐഡൻറ്റിറ്റി എല്ലാം യൂസ് ചെയ്ത് മറ്റാരെങ്കിലും നമ്പറെല്ലാം എടുത്തിട്ടുണ്ടോ എന്നെല്ലാം, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെക്ക് ചെയ്യുക എന്നെല്ലാം നോക്കാം. ഇതിനായി ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ സഞ്ചാർ സാധി എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സൈറ്റ് എല്ലാം വരും. ഇതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം താഴേക്ക് നിങ്ങൾ ഇതുപോലെ സ്ക്രോൾ ചെയ്തു വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ നോ മൊബൈൽ കണക്ഷൻ ഇൻ യുവർ നെയിം എന്ന് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ പേരിലുള്ള മൊബൈൽ കണക്ഷനുകളെല്ലാം മനസ്സിലാക്കുക എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിങ്കിൽ നമ്മൾ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇത് താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ ഇവിടെ നമുക്ക് നിലവിലുള്ള നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു നമ്പറാണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് നമ്പറാണെങ്കിൽ ഇതുപോലെ ഓരോന്നായി നിങ്ങൾക്ക് ഇതിൽ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു മൊബൈൽ നമ്പർ ഞാൻ ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം താഴെ ഒരു ക്യാപ്ച കോഡ് വന്നിട്ടുണ്ട്. ഇത് ഇവിടെ താഴെ വന്നിരിക്കുന്ന ഈ ഒരു ഭാഗത്തായി ഈ ഒരു ക്യാപ്ച കോഡ് കൂടി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇതിൽ ക്യാപിറ്റൽ ലെറ്റർ അതുപോലെ സ്മോൾ ലെറ്റർ മിക്സഡ് എല്ലാം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ ആൽഫബറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്പേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. ഇത് കറക്റ്റായി ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് തെറ്റിയാലും നമുക്ക് ആയി വീണ്ടും എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കുന്നുണ്ട്. തെറ്റാതെ തന്നെ ഇത് കറക്റ്റായി എൻ്റർ ചെയ്തതിന് ശേഷം വാലിഡേറ്റ് ക്യാപ്ച എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സക്സസ് OTP സെൻഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP എല്ലാം വരും. ആ ഒരു OTP ഇത് താഴെ നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. ചില സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു OTP ഒന്നും അപ്പോൾ തന്നെ വരുന്നില്ല എങ്കിൽ കുറച്ച് നേരം ഇതുപോലെ വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റീസെൻഡ് OTP എന്ന് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് ഈ ഒരു OTP റിസീവ് ആയിട്ടില്ല, അതിനാൽ തന്നെ ഞാൻ റീസെൻഡ് OTP എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി OTP സെൻഡ് ആയിട്ടുണ്ട് എന്നൊരു മെസ്സേജ് എല്ലാം എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് OTP എല്ലാം എൻ്റെ നമ്പറിൽ വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു OTP എല്ലാം ഞാൻ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ എന്ന് കൊടുക്കുകയാണ്. ഈ ഒരു OTP വരാൻ ചില സമയങ്ങളിൽ ഡിലേ എല്ലാം വരുന്നത് ഇത് നെറ്റ്വർക്ക് ബിസി എല്ലാം വരുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എന്നാൽ ഇത് വന്നതിന് ശേഷം ലോഗിൻ എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ നമ്പറും അതുപോലെ ഇവിടെ രണ്ട് നമ്പർ, അതായത് മൊബൈൽ നമ്പേഴ്സ് രജിസ്റ്റേർഡ് ഇൻ യുവർ നെയിം 2 എന്ന് കാണിക്കുന്നുണ്ട്. എൻ്റെ പേരിൽ രണ്ട് നമ്പറാണുള്ളത്. അതിനാൽ തന്നെ ഇവിടെ ഈ ഒരു രണ്ട് നമ്പറും എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ രണ്ട് നമ്പർ ഇത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതാവുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഒരു പ്രശ്നമില്ല. എന്നാൽ നിങ്ങൾ ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ അധികം നമ്പറെല്ലാം കാണിക്കുന്നു, രണ്ട് നമ്പർ കാണിക്കുന്നു, മൂന്ന് നമ്പർ കാണിക്കുന്നു. എന്നാൽ നിങ്ങൾ ഒരു നമ്പർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് നമ്പർ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു നമ്പർ യൂസ് ചെയ്യുന്നില്ല എങ്കിൽ ഇവിടെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുള്ളത്. ഇതിനായി നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നമ്പറിന് നേരെ നോട്ട് റിക്വയർഡ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ടാപ്പ് ചെയ്തതിന് ശേഷം ഇത് ആവശ്യമില്ല എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണമായി നിങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുമ്പേ എടുത്തൊരു സിം എല്ലാം ആയിരിക്കും, ആ ഒരു ഡീറ്റെയിൽ എല്ലാം ആയിരിക്കും ഒരു പക്ഷേ ഇവിടെ വരുന്നത്. നിലവിൽ നിങ്ങൾ ആ ഒരു നമ്പറൊന്നും യൂസ് ചെയ്യുന്നുണ്ടാകില്ല. ആ ഒരു നമ്പർ ഇപ്പോൾ മറ്റാരെങ്കിലും എല്ലാം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിനാൽ തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ നിർബന്ധമായും ഇത്തരത്തിൽ ഈ നോട്ട് റിക്വയർഡ് എന്നതിൽ ടാപ്പ് ചെയ്യാം. അതായത് കറൻ്റ്ലി നമ്മൾ ആ ഒരു നമ്പറൊന്നും യൂസ് ചെയ്യുന്നില്ല, അതിനാൽ തന്നെ നമുക്ക് നോട്ട് റിക്വയർഡ് എന്ന് സെലക്ട് ചെയ്യാം. എന്നാൽ ഇവിടെ നിങ്ങൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന നമ്പർ മാത്രമാണ് കാണിക്കുന്നത്, അതല്ലാതെ മറ്റൊരു നമ്പറൊന്നും കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാത്ത നമ്പർ അല്ലെങ്കിൽ നമ്മുടെ ID യൂസ് ചെയ്ത് മറ്റാരും ഇവിടെ നമ്പർ ഒന്നും തന്നെ എടുത്തിട്ടില്ല എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വളരെ യൂസ്ഫുള്ളായ ഒരു സൈറ്റാണിത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ തീർച്ചയായും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് എല്ലാം ചെയ്യാൻ മറക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ ലൈക്ക് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി എത്തുക.